ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കേരള ലഞ്ച് മെനുവിൻ്റെ 60ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് 2 റെസിപ്പീസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ചീര കൊണ്ടുള്ളൊരു മസിയൽ, പിന്നെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ളൊരു ഫ്രൈ. രണ്ടും സിമ്പിൾ റെസിപ്പീസാണ്, വളരെ ടേസ്റ്റിയാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചീര മസിയൽ ഉണ്ടാക്കാനായിട്ട് ചീര അരക്കീരയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് അരിഞ്ഞതും ചെറിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, പുളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ചീര വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് വെക്കാം. അപ്പം അധികം വെള്ളം വേണ്ട, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് വെക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. സാധാരണ പാത്രത്തിലും കുക്ക് ചെയ്തെടുക്കാം. ഞാനൊന്ന് ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ച് മാത്രം കുക്കറിലിട്ടതാണ്. അപ്പോൾ കുക്കർ പ്രഷർ വിട്ടതിന് ശേഷം പിടിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ചതച്ചു കൊടുക്കണം. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ സ്പൂൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷർ, അല്ലെങ്കിൽ തൈര് കലക്കുന്ന വടി ഉണ്ടാവില്ല, അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്തിടുക മാത്രമേ ഉള്ളൂ. അപ്പോൾ വറുത്തിടാനായിട്ട് നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നെയ്യിൽ തന്നെ വറുത്തിട്ടാലേ ഇതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നെയ്യിൽ നമുക്ക് കുറച്ച് കടുകും ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് ചുവന്ന മുളകും കൂടി ചേർത്തിട്ട് ഉള്ളി ഒന്ന് മൂക്കുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് കായപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചീര മസിയൽ റെഡിയായി. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ മെഴുക്കുവരട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കരിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മധുരക്കിഴങ്ങ് ഇങ്ങനെ വളരെ തിന്നായിട്ട് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അത് ഒന്ന് മുരിഞ്ഞ് തുടങ്ങുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് ഈ സ്റ്റേജിൽ ചേർക്കരുത്. മഞ്ഞൾപ്പൊടിയിൽ ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഇതൊരു 80% കുക്കാവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 80% കുക്കായതിനു ശേഷം ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ചെറു തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് മുരിഞ്ഞ് വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മധുരക്കിഴങ്ങ് ഫ്രൈ റെഡിയാവും. അപ്പോൾ ഇന്നത്തെ 2 സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.